രണ്ടാം പ്രാവശ്യം വരാൻ പോകുന്ന, അതായത് ജാനുവരി 20 വരാൻ പോകുന്ന അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇൻഡയറക്റ്റായിട്ട് ഖത്തർ എന്ന് പറഞ്ഞ ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തിന് വാർണിംഗ് ചെയ്തിരിക്കുകയാണ്. നല്ല താക്കീതാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അദ്ദേഹം ഭരണത്തിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഈ പറയുന്ന ബന്ദികളെ മോചിപ്പിച്ചിരിക്കണം. കർക്കശമായിട്ടാണ് ഫ്ലോറിഡയിൽ നടന്ന മീറ്റിങ്ങിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് ഖത്തറിന് കൊടുത്തിരിക്കുന്ന വാണിംഗാണ്. അല്ലാതെ ഇത് UAEക്കോ സൗദി അറേബ്യക്കോ ഈ പറയുന്ന ഇനി ഹമാസിനെയും ഗാസയിൽ ഇനി എന്തോ അറ്റാക്ക് ചെയ്യാനാണ്. അവിടെ ഓൾമോസ്റ്റ് എല്ലാം ഇസ്രായേൽ തന്നെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് ഖത്തറിന് കൊടുത്തിട്ട് വാണിംഗ് പറയാനുണ്ടായ കാരണം രണ്ട് പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അതായത് ഖത്തർ പെട്ടെന്ന് സിറിയൻ ഭരണാധികാരികളെ കാണാൻ അവരുടെ ഡിപ്ലോമാറ്റുകൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇവരുടെ ചർച്ച ഏറ്റവും ആദ്യം അറേബ്യൻ രാജ്യങ്ങളിൽ സിറിയയിൽ ഡിപ്ലോമാറ്റിക് മിഷൻ ഡമാസ്കസിൽ തുടക്കം കുറിച്ചത് ഖത്തറാണ്. അപ്പോൾ അവരന്ന് ഈ സിറിയൻ ഭരണാധികാരിയോട് അങ്ങോട്ട് കയറി ഹെൽപ്പ് ചെയ്യാം, സാമ്പത്തിക സഹായം ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞൊരു ഡിമാൻഡാണ്, സിറിയ എന്ന് പറഞ്ഞ രാജ്യം ഹമാസിനെ പിന്തുണയ്ക്കണം, അവരെ റെക്കഗ്നൈസ് ചെയ്യണം. ഇതൊക്കെ അറബ് പത്രങ്ങളിൽ വരാൻ തുടങ്ങി ഈ വാർത്ത. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു പോയിന്റ്, 2 ദിവസം മുമ്പ്, അതായത് ഇന്നലെ രാത്രി അൽ ജസീറ ചാനലിനകത്തൂടെ വാർത്ത സ്ക്രോൾ ചെയ്ത് വരികയാണ്, ഹമാസിന് സീസ് ഫയറിന് താല്പര്യമുണ്ട്. അതായത് സീസ് ഫയർ മാത്രം, ബന്ദികളെ പുറത്ത് റിലീസ് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി പറയുന്നത്. ഇതെല്ലാം ഖത്തറും ഈ അൽ ജസീറ ചാനലും പടച്ചുണ്ടാക്കിയ വാർത്തയാണ്. ഇത് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഖത്തർ ഈ പറയുന്ന കാട്ടറബികൾക്ക് മനസ്സിലാവുന്നില്ല ലോകം എങ്ങനെയാണ് പോകുന്നതെന്ന്. അപ്പോൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ അവിടെയുള്ള പല ഏജൻസികളൊക്കെ ഉണ്ട്, ഇത് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യും. അതാണ് സിറിയയുടെ ഇഷ്യൂ ഉണ്ടായത്. ഇതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ട്രംപ് പ്രകോപിതനായത്. അതിന് ശേഷമാണ് ട്രംപ് തീരുമാനിക്കുന്നത്, അതായത് പുതിയ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ ആൾക്കാർ പാലസ്തീൻ അതോറിറ്റിയോട് നേരിട്ട് പറയുകയാണ് അവിടെ നിന്ന് അൽ ജസീറയെ പുറത്താക്കണം. അവർ 1 മണിക്കൂർ പോലും താമസിച്ചില്ല. പാലസ്തീൻ അതോറിറ്റി PA അൽ ജസീറയോട് പുറത്ത് ദൂരെ കളഞ്ഞു. ഇപ്പം സംഭവങ്ങളിൽ പിടികിട്ടിയാൽ എങ്ങോട്ടാണ് ഇത് പോകുന്നത്? അതായത് നേരിട്ട് ഖത്തർ ഭരണാധികാരികൾക്ക് അവിടെ ഉള്ളവർക്കും കൊടുക്കുന്ന നേരിട്ടുള്ള ത്രട്ടായത്. ഇത് ചില സുഡൂസൊക്കെ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയുടെ താഴെ വന്ന് ട്രംപ് അവിടെ പോയി അത് ചെയ്ത്, കാരണം അവർ വാച്ച് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് ശേഷമാണ് ഇത് റിയാക്ട് ചെയ്യുന്നത്. പിന്നെ ട്രംപ് അധികാരത്തിൽ വന്നു, നെഗോസിയേഷൻ ഒരു ഭാഗത്ത് ഖത്തർ ഇപ്പം ചൂട് പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് പങ്കെടുക്കുന്ന അമേരിക്കൻ ഒഫീഷ്യൽസും ഇസ്രായേലി ഒഫീഷ്യൽസും പറയുന്ന ഖത്തർ ഡെലിബറേറ്റ് ആയിട്ട് ഇത് ഡിലേ ചെയ്യിക്കുന്നു. ഇതും ഇസ്രായേലി പത്രങ്ങളിലൊക്കെ വാർത്ത വരാൻ തുടങ്ങി. അപ്പോൾ ഇനി ട്രംപ് വന്നാൽ ചെയ്യുന്ന കാര്യം എന്താണ്? ഫസ്റ്റ് ഡിസിഷൻ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒരു കാര്യം അങ്ങ് തീരുമാനിക്കും, നാറ്റോയ്ക്ക് പുറത്തുള്ള മോസ്റ്റ് ഫേവറേറ്റ് നേഷൻ എന്നുള്ള ഖത്തറിൻ്റെ പദവി ഇല്ലാതാക്കും. അതായിരിക്കും ആദ്യം ചെയ്യാൻ പോകുന്നത്. ഉറപ്പായിട്ടും അത് ചെയ്യും. ഇത് ഈ പറയുന്ന ട്രംപ് വരുന്നതിന് മുമ്പ് ഇത് ചെയ്തില്ല, ചിലപ്പോൾ ആദ്യം സൈൻ ചെയ്യാൻ പോകുന്ന എക്സിക്യൂട്ടീവ് ഓർഡർ എന്ന് പറയുന്നത് ഖത്തറിനെ മോസ്റ്റ് ഫേവറേറ്റ് നേഷൻ എന്ന ആ പദവിയിൽ നിന്നും എടുത്തു മാറ്റുന്നു. രണ്ടാമത്തെ ഓർഡർ സൈൻ ചെയ്യും അമേരിക്കൻ സേന, അതായത് അമേരിക്കൻ ബേസ് ഉണ്ട്, ഏകദേശം 100 പരം ഫൈറ്റർ എയർക്രാഫ്റ്റൊക്കെ വലിയ ബേസാണിത്. മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ ബേസാണ് ഈ ഖത്തറിലുള്ളത്, ദോഹയിലുള്ളത്. അതിനെ അവിടുന്ന് മൂവ് ചെയ്യും. അപ്പം അങ്ങ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് കാണും. അത് UAEക്കാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്, അമേരിക്കൻ ബേസ് അബുദാബിയിൽ വരണമെന്ന്. കാരണം അതോടുകൂടി UAE അബുദാബി എല്ലാം സേഫായി. പിന്നെ അവിടെ ഒരു അറബ് രാജ്യവും ഒരു അയൽ രാജ്യവും കയറി കളിക്കത്തില്ല. പിന്നെ അമേരിക്കൻ പ്രസൻസ് എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ളത് അത് അബുദാബിയിലോട്ട് അത് ഷിഫ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഉറപ്പായിട്ടും അമേരിക്കയ്ക്ക് അവിടെ ഒരു ബേസ് വേണം. അതിൻ്റെ ഫുൾ ചെലവ് ചിലപ്പം UAE ഗവൺമെൻറ് തന്നെ ചെയ്തു കൊടുത്ത് അവരുടെ ആ ബേസ് അങ്ങോട്ടങ്ങ് മാറ്റും.
പിന്നെ മനസ്സിലാക്കിക്കൊള്ളുക, അതായത് എന്നെ കേൾക്കുന്ന ഈ വീഡിയോ കേൾക്കുന്ന സുഡാപ്പികളും ഖത്തർ ഫാൻസുകളും മനസ്സിലാക്കുക, 10-15 ദിവസം എടുക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ ഖത്തർ ഭരണാധികാരി അവിടുന്ന് തെറിക്കും, ഉറപ്പായിട്ടും തെറിക്കും. ഇത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കണം, എങ്ങനെ അവർ ചെയ്യുന്നതെന്ന്. അവർ വേറൊരാളെ കൊണ്ട് ഇപ്പോൾ ഓൾറെഡി കൊണ്ട് വെച്ച് കാണാം. അപ്പോൾ അയാളെ അവിടുന്ന് തെറിപ്പിക്കും ഉറപ്പായിട്ടും. പിന്നെ ഉണ്ടാകാൻ പോകുന്ന സംഭവം, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഫ്രീ ഹാൻഡ് കൊടുക്കും ഖത്തറിനെതിരെ പണിയാൻ. അവർ ഖത്തറിനെ തലങ്ങും വിലങ്ങും പണിയും, വാറായിരിക്കത്തില്ല. എങ്ങനെയാണ് ഇറാൻ്റെ അവിടെ ഇവിടെയൊക്കെ പൊട്ടി നാശമായി ആൾക്കാർ ഓടിപ്പോകും, അൺസർട്ടനെ ഉണ്ടാക്കിയ കൈ കൊടുക്കും ഉറപ്പായിട്ടും. ഇത് ഞാൻ ഇവരെ ഈ അമേരിക്കയെ പറ്റി പല പല പുസ്തകങ്ങളിൽ കൂടി അവരുടെ ആക്ഷൻസ്, റിയാക്ഷൻ, പല സംഭവങ്ങൾ അവരങ്ങനെ ചെയ്യുന്നത്. കാരണം അവൻ്റെ ഫേവർ അമേരിക്കയുടെ ഏറ്റവും, അമേരിക്ക കഴിഞ്ഞാൽ പുറത്തുള്ള അവരുടെ ഏറ്റവും ഒരു സ്റ്റേറ്റായിട്ടാണ് ഇവർ ഇസ്രായേലിനെ കണക്കാക്കുന്നത്. ഈ പറയുന്ന ബന്ദികളുടെ അകത്ത് അമേരിക്കക്കാരും ഉണ്ട്, ലോകത്ത് പല രാജ്യക്കാരും ഉണ്ട്. കാരണം അത് ഭയങ്കര ഇഷ്യൂ ഉണ്ടാകാൻ പോവുകയാണ്. കാരണം ഇത് ചെയ്തില്ല എങ്കിൽ അമേരിക്കയിലും ഈ പറയുന്ന ട്രംപിനെതിരെ പ്രശ്നം ഉണ്ടാകും. ഈ ട്രംപ് വെറുതെ പറഞ്ഞതൊന്നുമല്ല ഇത് അവിടെയുള്ള അമേരിക്കൻ പോളിസി മേക്കേഴ്സ്, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പോളിസി മേക്കേഴ്സും അവരെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവർ കൊടുത്ത ബ്രീഫിൻ്റെ പേരിലാണ് ഈ സംഭവം ഉണ്ടായേക്കുന്നത്. കാരണം എല്ലാവരും പ്രതീക്ഷയാണ് ട്രംപ് വന്നു കഴിയുമ്പോൾ മിഡിൽ ഈസ്റ്റ് ഏഷ്യ മുഴുവനും വീണ്ടും മാറും. അപ്പോൾ അതിനകത്ത് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്ന ഖത്തറായിരിക്കും. അപ്പോൾ ഖത്തറിനെ നാശമാക്കുക. അവിടെ ജോലി ചെയ്യുന്ന വളരെയധികം ഇന്ത്യക്കാരും മലയാളികളും ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളിത് കരുതിയിരിക്കും, ഈ സംഭവമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ സമയത്ത് ഇസ്രായേൽ കയറി ഖത്തറിനിട്ട് പണി കൊടുക്കുകയും ചെയ്യും. മറക്കരുത് ഒരിക്കലും എങ്ങനെയാണ് ഇബ്രാഹിം റൈസി തട്ടിപ്പോയത്. ഈ ഖത്തർ ഈ പറയുന്നത് വലിയ സൈനിക ഒന്നുമല്ല, ഒരു പൂര പോലെ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ സ്ഥലം, ഇഷ്ടംപോലെ പണമുണ്ട്, പക്ഷെ ബോധമില്ല. ആ രാജ്യത്തിൻ്റെ തലവും അവർക്ക് ലൈഫിൽ മുഴുവനും അവർക്ക് മറക്കാൻ പറ്റാത്ത പണിയായിരിക്കും ട്രംപ് വരുന്നതിന് മുമ്പ് ഈ ബന്ധുക്കളെ മോചിപ്പിച്ചില്ല എങ്കിൽ കൊടുക്കാൻ പോകുന്ന ഒടുക്കലത്തെ പണി. അതോട് ഖത്തർ എന്ന് പറഞ്ഞ് ഈ വൻ പണമുള്ള രാജ്യം, ഗ്യാസ് റിച്ച് റേഷൻ, അതൊക്കെ ദൂരക്കളയും. അതിനെ വെറും നിങ്ങൾ ആ രാജ്യത്തിൻ്റെ അകത്ത് സ്റ്റെബിലിറ്റി, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, സെർട്ടനിറ്റി ഒക്കെ ഉണ്ടാണെങ്കിൽ മാത്രമേ ആ രാജ്യമായിട്ട് മറ്റുള്ള രാജ്യങ്ങൾ ബിസിനസ് ചെയ്യത്തുള്ളൂ. ഇപ്പം ഇന്ത്യയുടെ ഒരു ഭാഗം കിടക്കുന്നു, അതായത് ഇന്ത്യക്കാരായ ജോലിക്കാർ വർക്ക് വിസ കൊടുക്കാതെ അതിനെപ്പറ്റി ഇന്ത്യ അന്വേഷണം നടത്തും, അവരോട് ചോദിച്ചേക്കുവാണ്. മനസ്സിലാക്കുക എത്രമാത്രം വലിയ പ്രഷറാണ് ഇവരുടെ മോളിൽ ബൗണ്ട് ചെയ്യാൻ പോകുന്നത്. അതോടുകൂടി ഖത്തർ എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഫാനുകളുടെയൊക്കെ വെടി തീരും. കാരണം അടുത്ത യമൻ പോലെ അതുപോലുള്ള സംഭവമായിട്ടങ്ങ് മാറും. ഈ പറയുന്ന കാട്ടറിവുകൾ, തേരാപ്പാര, പഴയ ഈന്തപ്പര സംഭവമായിട്ട് പോയി സാധനം ആൾക്കാരെ കൊണ്ട് മേടിപ്പിക്കണ്ട, സാക്ഷൻ പല രീതിയിലങ്ങ് ഇമ്പോസ് ചെയ്യും. പിന്നെ അവിടെ പോയി ഈ സാധനം. ഇതൊക്കെയാണ് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. ട്രംപ് വരുന്നതിന് മുമ്പ് ഈ ബന്ദികളെ വിട്ടില്ല എങ്കിൽ, അതേപോലെ തന്നെ ഖത്തർ ഈ ടെററായിട്ടുള്ള ആളുകൾക്ക്, വലിയ ഗ്രൂപ്പുകൾക്ക് ഫണ്ടിങ് നിർത്തിയില്ല എങ്കിൽ ട്രംപ് ശക്തമായ ആക്ഷൻ എടുക്കും. അതിനെ നാറ്റോ രാജ്യങ്ങളും അവിടുത്തെ UAE ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും അവിടുത്തെ അറേബ്യൻ രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളും ട്രംപിനെ പിന്തുണയ്ക്കും. ഇതോടെ ഖത്തർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തെ ഒരു ഖത്തർ, ഒരു ഖത്തപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഇത് ഖത്തറായി മാറും.